ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ മെനു. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കോട്ട് സെറ്റ് ആണ്. 2-3 സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കോട്ട് സെറ്റ് ഏറ്റവും സ്പെഷ്യൽ, ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ റെഡിമെയ്ഡ്സ് ഒന്നും അല്ലല്ലോ, നമുക്ക് റെഡിമെയ്ഡ്സ് ആകുമ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റി വന്നിട്ട് അതേ റേറ്റ് ഇടാം. പക്ഷെ ഇത് നമ്മൾ ഇത്രയും ഫിനിഷിംഗിൽ ചെയ്തെടുത്ത് ഇതിന്റെ റേറ്റ് വരുന്നത് 1850 ആണ്. പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ടോപ്പ് ബോട്ടം എ ലൈൻ വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ഒക്കെ ചെയ്തിട്ട് സ്ക്വയർ യു നെക്ക് ഒക്കെ ചെയ്ത് സിമ്പിൾ ആയിട്ട് ഇതുപോലെ എ ലൈൻ പാറ്റേണിലോട്ട് സൈഡിൽ എ ലൈൻ വിത്ത് സൈഡിൽ നല്ല കയറ്റിയിട്ടുള്ള ഒരു കട്ടിങ് കണ്ടോ ഇതുപോലെ. അപ്പം അതുപോലെ ചെയ്ത് ഇതുപോലെയാണ് അതിന്റെ പ്രിന്റ് വന്നേക്കുന്നത്. ഇതുപോലെ ഓൾ ഓവർ ഈ ഒരു നല്ല എല്ലാവർക്കും നല്ല മാച്ച് ആവട്ടോ. നല്ല നമുക്ക് ഈ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയതാണ്. ഇതുപോലെ ബാക്ക് സൈഡും സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത്. അഗ്രക്ക പാറ്റേണിലോട്ടോ ചെയ്തേക്കുന്നത്. ഇതിന്റെ ബോർഡർ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. എൻഡിലോട്ട് ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രിന്റ് കഴിഞ്ഞ ദിവസം നമ്മൾ വേറെ മെറ്റീരിയൽ എടുത്തായിരുന്നു. അതിന്റെ ഡിഫറെന്റ് ആയിട്ട് ചെയ്തേക്കുന്നതാണിത്. ബോട്ടം വേണമെങ്കിൽ ഇതാണ് ഈ കോട്ട് സെറ്റിന് ഈ ഒരു ബോട്ടം ആണ് പെയർ ചെയ്തേക്കുന്നത്. ഇതാണ് അതിന്റെ ക്ലോസ് ആയിട്ടുള്ള വ്യൂ വരുന്ന. ഇതേപോലെ കണ്ട ചെറിയ പ്രിന്റ് ക്രീമിലോട്ട് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇതേപോലെയാണ് ക്ലോസ് ആയിട്ട്. അതായത് ഈ ഒരു കോട്ട് സെറ്റിന് ഈ ഒരു സെയിം ബോട്ടം വേണമെങ്കിൽ അതുപോലെയും ചെയ്തിട്ടുണ്ട്. സെയിം ലുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുണ്ട്. നമ്മൾ ടോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലുക്ക് വേണമെങ്കിൽ സെയിം ഇതിന് ബോട്ടം. അപ്പൊ ഞാനിത് വേറെ അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ നല്ല അടിപൊളിയാട്ടോ. നമ്മൾ വേണമെങ്കിൽ ഇത് സ്ലിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ സ്ലിറ്റിന്റെ പ്രത്യേകത വിത്ത് ലൈനിങ് ചെയ്യാതെ ആകുമ്പോൾ നമുക്ക് അതിന് ഒരു സ്ട്രെങ്ത് ഉണ്ടാവില്ല. മെറ്റീരിയൽ നമ്മൾ ഇങ്ങനെ വെറുതെ കീറി പോകുന്നില്ല, അങ്ങനെ ഡാമേജ് ഒന്നും പറ്റില്ല. മെയിൻലി പറ്റണം നമ്മൾ വിത്തൗട്ട് ലൈനിങ് ഈ സ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പിടിച്ചു പോക്കുമ്പോൾ അവിടെ ഡാമേജ് ആവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് സ്ലിറ്റ് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കെയർ ചെയ്താൽ മതി. അതല്ലെങ്കിൽ വിത്ത് ലൈനിങ് സ്ലിറ്റ് ചെയ്യാം. ഇത് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ പോലെ ഭയങ്കര രസമാട്ടോ. ഇത് ഇതിന്റെ പ്രിന്റും ഈ സെയിം ഞാനിപ്പോൾ ഇതിനകത്ത് വേറെ ഏതൊക്കെ സെയിം ബോട്ടം ആണ്. അങ്ങനെയൊക്കെയുടെ ചെറിയൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ സെയിം ടോൺ തന്നെ. ഞാൻ വേണമെങ്കിൽ ഇതിന് മറ്റേ ബോട്ടം കൂടെ വേറെ ചെയ്ത് കാണിച്ചു തരാം. ഇതിന്റെ റേറ്റ് വരുന്നത് 1850. ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ്. ഇന്നത്തേക്ക് മാത്രമാണ്, നാളെ ആകുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ആഡ് ആവും. അപ്പം ഈ ഒരു ബോട്ടം മാത്രം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാരണം ആ ഒരു ബോർഡർ അങ്കരക്കയുടെ ബോർഡർ വരുന്നതിന്റെ ബോട്ടം ഇതാണ്. അപ്പം അത് വേണമെങ്കിൽ അങ്ങനെയും വേറെ ചെയ്യാം. ഞാൻ നേരത്തെ വേറെ ചെയ്ത ബോട്ടം സെയിം ടോൺ തന്നെ ഇതുപോലെയാണ്. ഓക്കെ, അപ്പം ഇതുപോലെ ഈ ഒരു നല്ല ഇതെല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ്. ചുരുങ്ങി പോണ പ്രശ്നങ്ങളൊന്നും. അപ്പം ഈ ഒരു ഇതുപോലെ സെയിം ടോൺ തന്നെ ഇതുപോലെ ഉണ്ട്. ആ വലിയ പ്രിന്റ് വെച്ചിട്ട് ഇത് ബ്ലൂ ആണ് ഇതിൽ മെയിൻലി വരുന്നത്. അപ്പൊ വീഡിയോയിൽ ചിലപ്പോൾ അതിന്റെ ക്രീമാണ് കൂടുതൽ എടുത്ത് കാണിക്കുന്നത്. പക്ഷെ ബ്ലൂയിലോട്ടാണ് ആ വർക്ക്. ഇതിന്റെ സെയിം ടോൺ തന്നെ ബോട്ടം ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അങ്കരക്ക പാറ്റേണിലോട്ട് ഇതേപോലെ. ഓക്കെ, ഇതാണ് ലെങ്ത് 47. സ്ലിറ്റ് വേണമെങ്കിൽ ഇതേ പാറ്റേൺ തന്നെ സ്ലിറ്റും ചെയ്യും. അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു കോട്ട് സെറ്റ് ആണ്. ആരും മിസ് ചെയ്യരുത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇടുമ്പോൾ നമുക്ക് തന്നെ ചില മെറ്റീരിയൽസ് നല്ല ഇതായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാനും പറയണം. ചിലത് എനിക്ക് ഇടുമ്പോൾ എനിക്കും ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഇത് നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം ഞാൻ കാണിച്ച ബ്ലാക്ക് ഒക്കെ സൂപ്പറാണ്. അപ്പം ലിമിറ്റഡ് മെറ്റീരിയലേ ഉള്ളൂ. ഞാനിപ്പം വേറെ ചെയ്തേക്കുന്നത് ഈ ഒരു ചെറിയ പ്രിന്റ് വരുന്ന ബോട്ടം ആണ്. ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ഫസ്റ്റ് ഇട്ടത് ഈ ഒരു ബോട്ടം ആണ്. അതിന്റെ പ്രിന്റ് ഇതേപോലെ സെയിം ടോൺ. അങ്ങനെ എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. സ്ലിറ്റ് വേണമെങ്കിൽ അതും പറഞ്ഞാൽ മതി, അത് ചെയ്യാം. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് 1 വീക്കിലായിരിക്കും നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.